ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? കുറേ ദിവസത്തിന് ശേഷമാണ് കേട്ടോ ഒരു വീഡിയോ ഇടുന്നത്. സത്യം പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു, വർക്കൊക്കെ ആയിട്ട്. പിന്നെ മടിയായിരുന്നു, വീഡിയോ എടുക്കണം, എഡിറ്റ് ചെയ്യണം. അപ്പോൾ ഇനി എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നു. എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്തിരുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഞാൻ ഇന്ന് ഒരു കുഞ്ഞ് അപ്പാർട്ട്മെൻറ്റ് ടൂറാണേ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റ് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഞങ്ങളുടെ പഴയ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഹോം ടൂർ ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്തെങ്കിലും ഇടാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഫുൾ ക്ലീൻ ആക്കിയൊക്കെ ഇട്ടേക്കാണ്. അപ്പോൾ അതിൻ്റെ കുഞ്ഞൊരു ഹോം ടൂറാണ്. അപ്പോൾ ഇത്രയും ദിവസം വീഡിയോ ഇടാത്തതിൻ്റെ റീസണും പെട്ടെന്ന് ഇങ്ങനെ വീഡിയോ ഇടുന്നതിൻ്റെ റീസണും വേറൊന്നുമല്ല, ഞങ്ങളുടെ വീട്ടിൽ പുതിയൊരു ഫാമിലി മെമ്പറും കൂടി വരാൻ പോവുകയാണ്. അതേ, ഒരു കുഞ്ഞു ബേബി ബമ്പൊക്കെ ഉണ്ട്, ഒരു പുതിയ ഫാമിലി മെമ്പറും കൂടി വരാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ കുറച്ച് ഫ്രീ ടൈം ഒക്കെ കിട്ടി. അങ്ങനെയാണ് ഇപ്പോൾ വീണ്ടും വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടായിരിക്കണം. ഞാനപ്പോൾ അപ്പാർട്ട്മെൻറ്റ് കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ ഇതുവരെ, അതായത് ലാറ്റ്വിയയിൽ വന്നിട്ട് ഞങ്ങൾ താമസിച്ച കണ്ടിന്യൂസ് 3 years താമസിച്ച അപ്പാർട്ട്മെൻ്റ് ആണ്. അപ്പോൾ ആ അപ്പാർട്ട്മെൻറ്റ് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ നിൽക്കുന്നത് ഞങ്ങളുടെ പുതിയ അപ്പാർട്ട്മെൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ കുറച്ച് ദിവസത്തിനകം ഞാൻ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതെന്തായാലും ഞങ്ങളുടെ പഴയ അപ്പാർട്ട്മെൻറ്റ് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾ ലാറ്റ്വിയയിൽ എത്തി ആദ്യമായിട്ട് 3 വർഷം താമസിച്ച അപ്പാർട്ട്മെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ആ പഴയ അപ്പാർട്ട്മെൻറ്റ്, ഞങ്ങളിപ്പോൾ പുതിയ അപ്പാർട്ട്മെൻറ്റിലേക്ക് മാറി. അപ്പോൾ പഴയ അപ്പാർട്ട്മെൻറ്റ് ജസ്റ്റ് ഒന്ന് കാണിക്കുവാണേ. ഒരു കുഞ്ഞ് ഹോം ടൂർ, പക്ഷേ എല്ലാം ഷിഫ്റ്റിംഗ് കഴിഞ്ഞിട്ടാണെന്ന് മാത്രം. അപ്പോൾ ഞങ്ങൾ കയറി വരുമ്പോഴത്തേക്ക് ആദ്യം വാഷ്റൂമാണ്, ഒരു കുഞ്ഞ് വാഷ്റൂം ഉണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ എൻട്രൻസ് ഡോറ്. ഇവിടെ ഒരു ഫുൾ ലെങ്ത് മിറർ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇവിടുന്ന് എൻട്രൻസ് ഡോറിന് ഇത് കോളിംഗ് ബെല്ലാണ് കേട്ടോ. താഴെ നിന്ന് ആൾ കയറി വരുന്നിട്ട് ഡോർ ലോക്ക് കോഡ് അടിക്കുമ്പോഴത്തേക്ക് നമുക്ക് ബെല്ല് ഇവിടെ റിങ് ചെയ്യും. അപ്പോൾ ഇതാണ് ആ ഒരു എൻട്രൻസ് കൊറിഡോറാണ്. ഇവിടെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇവിടെ അത്രയും സ്റ്റോറേജ് സ്പേസ് ആണ് കയറി വരുമ്പോൾ. ഇത് പണ്ട് കാലത്തെ ബിൽഡിംഗ് ആണ്. അപ്പോൾ ഫുൾ ഈ ഒരു തീമിലാണുള്ളത്. അപ്പോൾ ഇതാണ് വിശാലമായ ഹോള്. ഇതായിരുന്നു ഞങ്ങൾ മോസ്റ്റ് ഓഫ് ദി ടൈം ഈ ഒരു ഏരിയയിലാണ് സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു വിൻഡോസ് ആണ്. ഇവിടുന്ന് നോക്കുമ്പോൾ ഒരു കുഞ്ഞ് പാർക്ക് കാണാൻ പറ്റും. ഇവിടെയാണ് നിയ എന്നും വൈകിട്ട് ഫ്രണ്ട്സുമായിട്ടൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് ഇവിടെ ഒരു സോഫയുണ്ട്. അവിടെ നിങ്ങളുടെ തിരിയുമ്പോഴത്തേക്ക് കിച്ചൺ. ഇവിടെ ഒരു കുഞ്ഞ് ടേബിളാണ്, ഇത് ബിൽറ്റിൻ ടേബിളാണ്. ഇതുമായിട്ട് ഇങ്ങനെ ചേർന്ന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു 4 ചെയർ, ഫുഡ് കഴിക്കാനുള്ള സ്പേസ്. എന്നിട്ട് ഇവിടെ കിച്ചണിൻ്റെ സൈഡിൽ അതുപോലെ ഒരു വലിയ വിൻഡോ ഉണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കിച്ചൺ. ഇതായിരുന്നു ഞങ്ങളുടെ കിച്ചൺ. അപ്പോൾ ഗ്യാസ്, പിന്നെ അവിടെ കുറച്ച് പ്ലേറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഓൾറെഡി ഞങ്ങളിവിടെ വന്നപ്പോൾ തന്നെ ഉണ്ടായിരുന്ന സാധനങ്ങളാണ് കേട്ടോ. അങ്ങനെ ലിവിങ് റൂമും കിച്ചണും കഴിഞ്ഞ് നമ്മൾ ഇവിടെ പോകുമ്പോഴത്തേക്ക് ഇവിടെ ഒരു കുഞ്ഞിതേ ഇങ്ങനെ ഒരു ഡോറുണ്ട്. ഡോറല്ല, ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ ഇവിടെ കയറും. ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ആണ്, ഡബിൾ ഡോറാണ്. ഇത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അത് കഴിഞ്ഞ് ഇതാണ് വർക്കിംഗ് റൂം, ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന റൂമാണ്. അപ്പോൾ ഇവിടെ ഒരു കുഞ്ഞ് ബെഡ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് കിഡ്സ് റൂമായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് പുൾ ഔട്ട് സോഫയാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം ഓണറിൻ്റെ ആണ്. അതൊന്നും ഞങ്ങൾ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ വിളക്കൊക്കെ വെച്ചുകൊണ്ടിരുന്ന ഒരു സ്പേസ്. ഇത് ലാപ്ടോപ്പ് ചെയർ, വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്പേസ് ആണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് റോഡിലേക്ക് ഉള്ള വ്യൂ ആണ്. അതാണ് ബസ് സ്റ്റോപ്പ്. പക്ഷെ ആ ബസ് സ്റ്റോപ്പ് എന്ന് പറയുമ്പം അത് മൺഡേ ടു ഫ്രൈഡേ മാത്രമേ അവിടെ ബസ്സുള്ളൂ. ആകെ ഒരു ബസ് മാത്രമേ അവിടെ നിർത്തുള്ളൂ. അങ്ങനെ ഒരു വളരെ നല്ല കാര്യമുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ബസ് വേണമെങ്കിൽ ഞങ്ങൾ കുറച്ച് ബാക്കിലോട്ട് അല്ലെങ്കിൽ കുറച്ച് ഫ്രണ്ടിലോട്ട് നടക്കണം. ആ ബസ് സ്റ്റോപ്പ് കൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര വലിയ യൂസ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. സാറ്റർഡേ സൺഡേ ബസ്സില്ല. ആകെ ഒരു ബസ്, പോകുന്ന ബസ് ഒന്നും അവിടെ നിർത്തൂല. ആകെ 12 എന്ന് പറയുന്നത് ബസ് മാത്രമേ അവിടെ നിർത്തുള്ളൂ. അങ്ങനെ ഒരു ഗുണമുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നല്ല വ്യൂ, സ്പ്രിങ് ആകുമ്പോഴത്തേക്ക് ഇവിടെ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. അപ്പം ഞങ്ങളുടെ വർക്കിംഗ് റൂം ഇതായിരുന്നു. പിന്നെ എന്നിട്ട് ബെഡ്റൂം, ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. ഇത് ബിൽറ്റിൻ ബെഡാണെന്ന് തോന്നുന്നു. ഈ ബെഡ് ഇതിൻ്റെ പുറത്തേക്കൊന്നും കൊണ്ടുവരാൻ പറ്റൂല. ഈ ബെഡ് ഇവിടുന്ന് മൂവ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഈ റൂമിനകത്ത് വെച്ച് തന്നെ ഉണ്ടാക്കിയ ഒരു ബെഡായിരിക്കണം ഇത്. എന്നിട്ട് ഇവിടെ ഒരു മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് ഒരു മിറർ, അതിൻ്റേതായ സ്പേസ്, പിന്നെ ഒരു വാർഡ്രോബ്. അത് കഴിഞ്ഞ് ഇതൊരു കുഞ്ഞ് റൂമുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വീടൊക്കെ വയ്ക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു റൂം സെറ്റ് ചെയ്യണം എന്നൊരു പ്ലാൻ ഉണ്ട്.
അതായത് നമ്മുടെ ഡ്രസ്സൊക്കെ വെക്കാനും നമ്മൾ വൺ ഡേ യൂസ് ചെയ്ത ഡ്രസ്സൊക്കെ ഇങ്ങനെ ഇടാനും പിന്നെ അതുപോലെ തന്നെ അയൺ ചെയ്യാനും അങ്ങനെ ആയിട്ടൊരു കുഞ്ഞൊരു റൂം, ബെഡ്റൂമിനോട് കൂടി ചേർന്ന് തന്നെ ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഈ 2 ഡോർ ഇങ്ങനെ ക്ലോസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഓപ്പൺ ചെയ്യാം, ഓപ്പൺ ചെയ്യാം. ഓക്കെ, സെറ്റ്. അപ്പോൾ അതൊരു കുഞ്ഞു റൂമാണ് കേട്ടോ, ബെഡ്റൂമിനോട് കൂടി ചേർന്നിട്ടുള്ള. ഇവിടുന്ന് നോക്കുമ്പോഴും നേരത്തെ കാണിച്ച അതേ വ്യൂ ആണ്, ആ പാർക്ക് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ അപ്പാർട്ട്മെന്റ് ലാറ്റ്വിയയിലെ. അപ്പോൾ ഞങ്ങളുടെ ലാറ്റ്വിയയിലെ ഫസ്റ്റ് അപ്പാർട്ട്മെന്റ് ആയിരുന്നു. ഞങ്ങൾ ഇവിടുന്ന് മാറാൻ മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് വെച്ചാൽ ഞങ്ങൾ 3rd ഫ്ലോർ ആണ്. അപ്പോൾ ഇവിടെ ലിഫ്റ്റ് ഇല്ല. അപ്പോൾ ഞാനിപ്പം പ്രഗ്നൻ്റ് ആയ ഒരു ടൈമിലും അപ്പോൾ എനിക്ക് സ്റ്റെപ്പ് കയറാനാണെങ്കിലും പാടാണ്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഓൾറെഡി 2 സൈക്കിൾ ഉണ്ട്, അത് ഞങ്ങൾ ഇങ്ങനെ പൊക്കി കയറ്റിക്കൊണ്ടാണ് ഇരുന്നത്. പിന്നെ ഇനിയിപ്പോൾ ഒരു ബേബി വരാൻ പോകുമ്പോഴത്തേക്ക് സ്ട്രോളർ ഇവിടെ മസ്റ്റാണ്, സ്ട്രോളർ കൂടിയേ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ സ്ട്രോളറും ബേബിനെയും എല്ലാം കൂടെ മേളിൽ ഇങ്ങനെ പൊക്കി കയറ്റേണ്ടി വരും. അതാണ് ഞങ്ങൾ ഇവിടെ നിന്ന് മാറാൻ മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ആദ്യത്തെ അപ്പാർട്ട്മെൻറ്റ്.